കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം ഇടിഞ്ഞു വീണ മണ്ണ് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായത് നേരിട്ടു. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇരച്ചിൽപ്പാറ ഭാഗത്ത് ഗവൺമെന്റ് LP സ്കൂളിന് സമീപമാണ് റോഡ് ഇടിഞ്ഞു വീണത്. ദിവസങ്ങളോളം മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ പ്രദേശത്താകെ ഒരു മൺകൂന രൂപപ്പെട്ടു. 100 മീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ മണ്ണ് വീണത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മൺകൂന രൂപപ്പെട്ടത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മണ്ണ് നീക്കി യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തിയത്. ഇരച്ചിൽപ്പാറയിൽ മണ്ണ് കുറേ നാളുകളായിട്ട് തന്നെ സ്ലംപ് ചെയ്ത് വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളായിരുന്നുള്ളൂ. കാരണം മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് മറ്റപകടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് എത്രത്തിൽ ശാസ്ത്രീയമായി ചെയ്യണമെന്നുള്ള പഠനം നടത്തി അതിൻ്റെ പല പെർമിഷൻസും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, വനം വകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും. അപ്പോൾ ആ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ അവിടുത്തെ ഒരു റീറ്റെയിനിങ് വാൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് അടുത്ത മഴക്കാലത്തിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി സുരക്ഷിതമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. വഴിയോരത്ത് വീണ മണ്ണത്രയും JCB ഉപയോഗിച്ച് നീക്കുന്ന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 1.5 മാസത്തിനുള്ളിൽ മണ്ണ് നീക്കി ഇവിടെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ദേശീയപാതയിലേക്കുള്ള മണ്ണിടിച്ചിൽ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടിയാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ജനം, ഇടുക്കി.